ഈശ്വര നിശ്ചയമെന്നോ പടച്ചോന്റെ തീരുമാനമെന്നോ ക്ഷമിച്ചാ പുണ്യുണ്ടെന്നോ സ്വർഗത്തിലെത്തുന്നോ എന്താ പറയാ? ഇപ്പൊ നാളെ ജീവിച്ചിരിക്കുന്നത് ആരാണല്ലോ? നമ്മുടെ KM കുഞ്ഞഹമ്മദ്. ഞാൻ 3 മണിക്കൂറാണ് അദ്ദേഹവുമായി സംസാരിച്ച ട്രെയിനിൽ. ഈ KM കുഞ്ഞഹമ്മദ് എഴുതിയ ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ മകനെ ആക്സിഡന്റ് പറ്റി. അദ്ദേഹത്തിന്റെ മകൻ ഒരിക്കോട്ട് ഇന്നും അദ്ദേഹം ജീവിച്ചിട്ടുണ്ടല്ലോ. ചോദിച്ചു നോക്ക് നിങ്ങൾ. അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ മകന് ആക്സിഡന്റ് പറ്റിയപ്പോ പല യുക്തിവാദികളും നിരീശ്വരവാദികളും അദ്ദേഹത്തെ സമാധാനിപ്പിക്കാനെത്തി. അവരെന്താ ചെയ്യാ? അവര് വരും, ഇടിക്കും, തിരിച്ചു പോവും. അവര് വരും, ഇടിക്കും, തിരിച്ചു പോവും. ഒരു യുക്തിവാദിക്കതല്ലാതെ എന്താ ചെയ്യാ? നേരെ മറിച്ച് അദ്ദേഹം പറയാണ്, KM കുഞ്ഞഹമ്മദ് പറയാണ്, മതവിശ്വാസികൾ വരുമ്പോൾ എനിക്കൊരു ആശ്വാസമാണ്. എന്താ? മതവിശ്വാസികളുടെ ഷോൾഡർ തട്ടി പറയും, പടച്ചോന്റെ തൗഫീഖുണ്ട്, നിങ്ങളെ ചെക്കൻ രക്ഷപ്പെട്ട്. അത് കേൾക്കാൻ എനിക്കൊരു ആശ്വാസമായിരുന്നു. എന്നാ പിന്നെ അതിനനുസരിച്ച് ജീവിച്ചാ പോരെ? ഞാൻ ആ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ഇപ്പോൾ എന്നാണ് എന്നോട് ട്രെയിനിൽ പറഞ്ഞത്. ഇത് മതമാണ് മനുഷ്യന് നന്മ നൽകുക. ഇപ്പൊ KT സൂപ്പി മാഷയുടെ മകൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. KM കുഞ്ഞഹമ്മദ് പറയാൻ, അങ്ങനെ ഞാൻ സൂപ്പി മാഷെ കാണാൻ ചെന്നു. അദ്ദേഹത്തിന്റെ മകൻ മരിച്ചെടുത്ത് ആശ്വസിപ്പിക്കാൻ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുക? ചിന്തിക്കണം എല്ലാരും. ഇനി കാർൽ മാർക്സിന്റെ മകൻ ഏറ്റവും പ്രിയങ്കരനായ മുഷ് രോഗിയായി കിടന്ന ബെങ്കൽസിന് കത്തെഴുതി, എന്റെ മകൻ, ഏറ്റവും ബുദ്ധിജീവാനായ എന്റെ മകൻ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലടോ. ആ മകൻ മരിച്ച ബെങ്കൽസ് വിഷാദനായി, ആകെ മാനസിക രോഗിയെ പോലെ എംഗൽസിന് കത്തെഴുതി, എന്റെ മകന്റെ മരണം അഗാധമായ ദുഃഖമുണ്ടാക്കി, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലടോ എന്ന്. നേരെ മറിച്ച് ഇസ്ലാം അതല്ല. മോനെ ഇബ്രാഹിം, നിന്റെ മരണം എനിക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തൊന്നും ഞാൻ പറയില്ല മോനെ. ഇസ്ലാം അതാ. എല്ലാം അള്ളാന്റെ വിധി. ക്ഷമിക്കാൻ, സഹിക്കാൻ, ഏത് തിരമാലകളെയും, ജീവിതത്തിന്റെ തിരമാലകളെ തള്ളി നീക്കാനുള്ള കരുത്ത് അത് ഇസ്ലാമിന്റെതാണ്. അജബല്ലി അംറിൽ മുഅ്മിനീൻ. ആത്മഹത്യ ലോകത്ത് ഏറ്റവും കുറഞ്ഞ സമൂഹേത. മലയാള മനോരമ ഒരു സർവേ നടത്തിയിട്ട് പറഞ്ഞു, കേരളത്തിലെ മലപ്പുറം വൃദ്ധസദനങ്ങൾ ഏറ്റവും കുറഞ്ഞ ജില്ല മലപ്പുറം, ആത്മഹത്യകൾ ഏറ്റവും കുറഞ്ഞ ജില്ല മലപ്പുറം. അത് ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രത്യേകതയാ. ഇസ്ലാമിന്റെ പ്രത്യേകത മനുഷ്യന് ജീവിക്കാനും പോരാടാനും, അല്ലെ? ആത്മഹത്യ ഏറ്റവും കുറവ് ഇസ്ലാമിക സമൂഹത്തിലെ. എന്താ കാരണം? അത് വളരെ ഗൗരവമായി പഠിക്കേണ്ട പോയിന്റാണ്. നാം പറയും ജീവിക്കാനുള്ള കരുത്ത്. കാരണം വിശുദ്ധ ഖുർആന്റെ മെസ്സേജാണല്ലോ, വേദഗ്രന്ഥങ്ങളുടെ മെസ്സേജാണല്ലോ നമ്മുടെ ചർച്ച. വലനബ്ലുവന്നകും ബിശൈഇൻ ഖൗഫി വൽജൂഇ വനക്സിൻ മിനൽ അംവാലി വൽഅൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹ്. പ്രവാചകൻ പറയാണ് ഖുർആനിലൂടെ 2-ാം അധ്യായം 155. അതിന്റെ അർത്ഥം തന്നെ എന്താ? നിങ്ങളെ പരീക്ഷിച്ചേക്കാം, ചിലപ്പോ ചിലർക്കൊക്കെ പരീക്ഷണം ഉണ്ടായേക്കാം എന്നല്ല, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. കണ്ടോ? നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നതോ, ഭയപ്പാട് കൊണ്ട് പരീക്ഷിക്കാം, പട്ടിണി കൊണ്ട് പരീക്ഷിക്കാം. മക്കളുടെ ഇസ്ലാമിലെ പ്രത്യേകതയോ 10 വിഭാഗത്തിന് വീടുകൾ ഉണ്ടാക്കും പരലോകത്ത്. അതിലൊരാളാരാ? സ്വന്തം മകന്റെ മരണവാർത്തകൾ അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ ബാപ്പാക്ക. അമ്മ ചോദിക്കുന്ന മലക്കുകളോട് എന്തേ പറഞ്ഞത്? അൽഹംദുലില്ലാഹ് എന്നാ മകന്റെ മരണം കേട്ടായാൽ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ അന്ന് പറയും, സ്വർഗത്തിൽ അദ്ദേഹത്തിന് ഒരു വീടുണ്ടാക്ക്, ബൈത്തുൽ ഹംദ് എന്നതിന് പേരിട്. ഇത് ഇസ്ലാമിനല്ലാതെ കഴിയില്ല. ഒരു പനി പോലും നരകത്തിലെ തീയിൽ നിന്നുള്ള രക്ഷപ്പെടല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, വളരെ ഗൗരവമാണ് ഇസ്ലാം. അജബല്ലി അംറിൽ മുഅ്മിനീൻ മാ യസാലുൽ ബലാഉൽ മുഅ്മിനി വൽ മുഅ്മിനാത്തി ഫീ നഫ്സി. എന്നോ ഒരു സത്യവിശ്വാസിനിക്കും പരീക്ഷണങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും. ഒരു കണ്ടിന്യൂസിംഗ് പ്രോഗ്രാമായി. ലോകത്ത് ഏറ്റവും കൂടുതൽ ആശ്വാസമാർക്കറിയോ? ഒരു യഥാർത്ഥ ഭക്തനായ വിശ്വാസിക്ക്. നിങ്ങൾക്കറിയുമോ? നിങ്ങൾ ചിന്തിക്കുമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സിഗ്മണ്ട് ഫ്രോയിഡ്, ലോകപ്രസിദ്ധനായ മനഃശാസ്ത്രജ്ഞൻ, മനുഷ്യന്റെ വേദനകളെ ഇറക്കി വെച്ച സിഗ്മണ്ട് ഫ്രോയിഡ് അവസാനം എങ്ങനെ മരിച്ചെന്നറിയോ? തന്നെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടറോട് ചെവിയിലൊരു സ്വകാര്യം പറഞ്ഞു ഫ്രോയിഡ്, എന്നെ എങ്ങനെയെങ്കിലും ഈ മെയ്സിക്കില്ലുണ്ടല്ലോ ദയാവധം, എന്നെ ആരുമറിയാതെ മാരക വിഷം കുത്തിവെപ്പിച്ച് എന്നെ ഒന്ന് മരിപ്പിച്ചു തരണം. ആര്? ലോകപ്രസിദ്ധനായ മനഃശാസ്ത്രജ്ഞൻ സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശിഷ്യനായിരുന്നു യുങ്. 30 കൊല്ലമാണ് അദ്ദേഹം രോഗികളെ പരിശോധിച്ചത്. 30 കൊല്ലം. എന്നിട്ട് യുങ് പറയാണ്, 87% ആളുകളെ ഞാൻ ചോദിച്ചു, അവർ യഥാർത്ഥ ദൈവവിശ്വാസികളായിരുന്നില്ല, അതുകൊണ്ടാണ് അവർക്ക് രോഗം. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താ അറിയും?
ക്യാൻസർ വന്ന, ഉദരത്തിൽ ക്യാൻസർ വന്ന, അത് നമുക്ക് വന്നതെങ്കിൽ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് അൽഹംദുലില്ലാഹ് അറിയും. കാരണം അവൻ രക്തസാക്ഷിയാ. ആ രോഗം കൊണ്ടവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാൽ അവൻ പരിശുദ്ധനാവുകയാണ്, അവന്റെ പദവികൾ ഉയരുകയാണ്, അവൻ രക്തസാക്ഷിത്വത്തിന്റെ കുലിയാണ്. അടർക്കളത്തിൽ ആയുധമെടുത്ത് പോരാടാതെ അവൻ രക്തസാക്ഷിയാവുകയാണ്. ഇസ്ലാമിനല്ലാതെ ലോകത്തൊരു മതത്തിനും പിടിച്ചു നിൽക്കാൻ ജീവിതത്തിൽ. അതുകൊണ്ട് നമുക്ക് ലോകത്തെവിടെയും മുസ്ലിങ്ങൾ അതിജീവനത്തിന്റെ വിജയത്തിന്റെ കഥയാണ് മുസ്ലിങ്ങളുടെ. ഏത് മലവെള്ളപ്പാച്ചിലും നമുക്ക് സാദർലാനോ ആ പുഴ കടന്നത് ഒരു യൂറോപ്യൻ എഴുതി വെച്ച വാചകം എന്താ? സാദർലാനോ മദായിലേക്ക് ഇസ്ലാം പ്രബോധനം ചെയ്യാൻ പോകുമ്പോ സാദർലാനോ അനുയായികളെയും കൊണ്ട് ഈ പുഴയുടെ വക്കത്തെത്തി. അടിയൊഴുക്കുള്ള പുഴയിൽ അവർ പകച്ചൊന്നും നീന്തമറിയില്ല, പാലമില്ല, തോണിയില്ല. അപ്പൊ സാദർലാന് ചോദിച്ചു, അല്ല നമ്മൾ ആരുടെ അടിമകളാ? അള്ളാന്റെ അടിമകളാ. നമ്മൾ എന്തിനാ പോകുന്നത്? അള്ളാന്റെ മതം പ്രബോധനം ചെയ്യാൻ. ഈ പുഴ ആരുടേതാണ്? അള്ളാഹുവിന്റെതാണ്. അള്ളാഹുവിന്റെ മതം പ്രബോധനം ചെയ്യാൻ അള്ളാഹ് സൃഷ്ടിച്ചൊരു പുഴ തടസ്സമാകുമോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം. ഇല്ല എന്നനുയായികൾ, എങ്കിൽ ഞാൻ പുഴയിലിറങ്ങാൻ പോകുന്നു. ബിസ്മി ചൊല്ലി പുഴയിലിറങ്ങി ലോകം എഴുതി വെക്കുന്നു. അതൊരു മിറാക്കിളായിരുന്നു, ഒരു അത്ഭുതമായിരുന്നു. തവക്കുലിന്റെ പ്രത്യേകതയായിരുന്നു. നിശ്ചൻ പ്രപഞ്ചത്തിന്റെ നാഥനെ തവക്കുൽ ചെയ്യുക ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതാണ്. നിങ്ങൾ നോക്കേ, 2005 നവംബർ 25 മാതൃഭൂമി പത്രത്തിന്റെ 2ാമത്തെ പേജ് ഒരു വാർത്ത. എന്താ വാർത്ത? ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രനടയിൽ ജസീറ എന്ന പെൺകുട്ടിക്ക് ബഷീർ എന്ന പിതാവ് ഇരട്ട തുലാഭാരം. എന്താണ്? 2005 നവംബർ 25 മാതൃഭൂമിയിലെ 2ാമത്തെ പേജിലെ വാർത്ത എന്താണ്? ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രനട പയ്യന്നൂർ. ആ ക്ഷേത്രനടയിൽ ജസീറ എന്ന പെൺകുട്ടിക്ക് ബാപ്പ ബഷീർ തുലാഭാരം നടത്തിയത്. അല്ലേ? ശരിക്കും ആലോചിച്ച്, ശിർക്കിലാണ് അയാൾ, കുഫറിലാണ് അയാൾ. അല്ലേ? നിങ്ങൾ ആലോചിച്ചോ, 2 ആഴ്ച രോഗം സഹിക്കാൻ കഴിയില്ല നമുക്ക്. 12 വർഷം ഒരു വ്യാഴവട്ടക്കാലം, നീലക്കുറിഞ്ഞി പൂക്കുന്ന കാലം അയ്യൂബ് നബിക്ക് രോഗം. ഒരു ദർഗയിലും പോയില്ല, ഒരു ില്ല, ഒരു ബിംബാരാധനക്കും പോയില്ല, ഒരു സുലഭ. നീ പരമകാരുണ്യനാണ്. 12 കൊല്ലം എനിക്ക് രോഗമുണ്ടായി ശരിയാണ്. എന്റെ ശരീരം മുഴുവനും ദുർഗന്ധമൊഴിച്ചു എന്നത് ശരിയാണ്. എന്നെ എല്ലാവരും ഉപേക്ഷിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അല്ലാഹ് നീ കാരുണ്യവാനാണ്. ഇതാണ് ഇസ്ലാം. ഇത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ക്ഷമിക്കാൻ ഉമ്മമാരെ, അങ്ങനെ ക്ഷമിക്കാൻ ഉപ്പമാരെ നമുക്ക് സാധിക്കുമോ? ശിർക്ക് ചെയ്യാനാണ് ആളുകൾ. വടക്കാഞ്ചേരിയിലെ അഹമ്മദ് ഹാജി ഗുരുവായൂർ തുലാഭാരം നടത്തി കുട്ടികളെ കിട്ടാൻ. ചേന്ദ്രയിലെ അബൂബക്കർ ഹാജി തുലാഭാരം നടത്തി കുട്ടികളെ കിട്ടാൻ. നൊവല്ലിഹി മാത്രമല്ല, അവനെ തിരിഞ്ഞെടുത്തേക്ക് തിരിച്ചുവിട്ട. സൂറത്ത് ആറാഫ് ഒരു വല്ലാത്ത കാര്യം പറയുന്നുണ്ട്. 88, 89 ആണെന്നാണ് എന്റെ ഓർമ്മ. അതായത് വിവാഹിതരായ 2 ആളുകൾ, അവർക്ക് കുഞ്ഞുങ്ങളില്ല. സൂറത്ത് ആറാഫാൻ അപാരമായ മോചനമാണ്. ഖുർആനിന്റെ സന്ദേശമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. സഹോദരാ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. വേദം പഠിക്കാത്തതെന്തോ ദുർജനം മൂടിക്കിടക്കയോ മർത്തങ്ങ മാനസം എന്ന് 40-ാം അധ്യായം 24-ാം വചനത്തിലുള്ള ചോദിക്കുകയാണ്. അവിടെയാണ് സൂറത്ത് ആറാഫ് പറയുന്ന ഈ ഒരു വല്ലാത്ത കാര്യം. അതെന്താണ്? എല്ലാവരും ആലോചിക്കണം. അവർ പ്രാർത്ഥിച്ചു, പടച്ചവനെ എന്റെ ഭാര്യ ഗർഭിണിയാകണേ, അല്ലാഹുവേ ഞാൻ എന്റെ ഭർത്താവിൽ നിന്ന് ഗർഭം ധരിക്കണേ എന്ന് ആ പെണ്ണും പ്രാർത്ഥിച്ചു. അങ്ങനെ ആ സ്ത്രീ കാലാന്തരേന അവർ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു ഗർഭിണിയായി. പിന്നെ അവരെല്ലാവരോട് പ്രാർത്ഥിച്ചു, അതൊരു സ്വാലിഹായ സന്താനമാകണേ. അങ്ങനെ അല്ലാഹു അവർക്ക് നല്ലൊരു കുട്ടിയെ നൽകി. അതിനെപ്പറ്റി പറയാൻ, ആ കുട്ടിയെ നൽകിയപ്പോൾ അവരതാ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നു. ഇന്ന് ശേഖിന്റെ ബർക്കത്ത് കൊണ്ടാണ് ഈ കുട്ടി ഉണ്ടായത് എന്നവർ പറഞ്ഞ പരാമർശത്തെ അവർ അല്ലാഹുവിൽ പങ്കുചേർത്തുന്ന ഖുർആൻ പറയുന്നത്. മൊയ്തീൻ ഷേഖിന്റെ അല്ലെങ്കിൽ ഇന്ന് ഹോജയുടെ അദ്ദേഹമാണ് എനിക്ക് കുട്ടികളെ തന്നത്. അദ്ദേഹത്തിലേക്ക് കഴിവാരോപിച്ച്, അദ്ദേഹത്തിലേക്ക് പരസ്പര സിഫത്തുകൾ ആരോപിച്ച്, അദ്ദേഹത്തെ ആരാധിക്കുന്ന സ്ഥിതിവിശേഷം ലോകത്തുണ്ടായി. ഇതാണ് മനുഷ്യരെ ശിർക്കിലേക്ക് എത്തിച്ചത്. തനിക്ക് വെള്ളം നൽകിയ, തനിക്ക് വായു നൽകിയ, തന്നെ സൃഷ്ടിച്ച കരുണാമയനായ പടച്ചതമ്പുരാൻ. ഒരു ലളിതമായ ഉദാഹരണം പറയാം ഞാൻ. ഈ കൊണ്ടോട്ടിയിലെ ഹൈവേയിൽ നട്ടപ്പാതിരാത്ത ഒരാൾ നിൽക്കുകയാണ്. പല വണ്ടികളും ഇതുവഴി കോഴിക്കോട്ടേക്ക് കടന്നുപോയി. ഒരാളും നിർത്തിയില്ല. അവസാനം ഒരു ടാക്സി ഡ്രൈവർ വണ്ടി
വണ്ടി നിർത്തി, നിങ്ങൾ എങ്ങോട്ടാ? ഞാൻ രാമനാട്ടുകരയിലേക്കാണ്, അല്ലെങ്കിൽ ഞാൻ കോഴിക്കോടേക്കാണ്. എങ്കിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞു. അയാൾ അതിൽ കയറി കോഴിക്കോട് ടാക്സി സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ഈ വണ്ടി നിർത്തി ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അയാൾ ഇറങ്ങി. കൊണ്ടോട്ടിൽ നിന്ന് കയറിയ ഈ നിസ്സഹായനായ മനുഷ്യൻ ആ കാറിൽ കയറി കോഴിക്കോട് ടാക്സി സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോ അവിടെ അപ്പുറത്ത് മൂന്നാമത്തെ ട്രാക്കിലിട്ടിരിക്കുന്ന ഒരു കാറുകാരൻ അവിടെ ഇരിക്കുന്നുണ്ട്. അയാളെ വെച്ച് ചെന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, താങ്ക്സ്, എന്നെ ഇവിടെ കൊണ്ടുവന്ന നിങ്ങൾക്ക് നന്ദി. സ്വാഭാവികമായും കാറിലിരിക്കുന്ന വിചാരിക്കും, എന്തൊരു നന്ദി കെട്ടവനായി ഇവൻ, ഞാൻ കൊണ്ടുവന്നിട്ട് അയാളോടാണ് നന്ദി പറയുന്നത്. ടാക്സി കാറിലുള്ള ആളും വിചാരിക്കും, പടച്ചോനെ ഞാൻ എന്ത് ചെയ്യാ, ഇവൻ എന്നോട് നന്ദി പറഞ്ഞത്. ഇതുപോലെയാണ് അള്ളാഹുവിന്റെ വായു ശ്വസിച്ച്, അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച്, അന്ന് നൽകിയ കണ്ണുകൊണ്ട് കണ്ട്, അന്ന് നൽകിയ കാതുകൊണ്ട് കേട്ട്, അന്ന് നൽകിയ ഹൃദയം കൊണ്ട് ചിന്തിച്ച്, അന്ന് നൽകിയ സെറിബ്രം, അന്ന് നൽകിയ സെറിബെല്ലം, അന്ന് നൽകിയ പാൻക്രിയാസ്, അന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അന്ന് നൽകി. ആ അള്ളാഹു നൽകിയതിന് പകരം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിന് പകരം യേശുക്രിസ്തുവിനോട് നന്ദി പറയുന്ന, പിശാരിക്കവലമ്മയോട് നന്ദി പറയുന്ന, വേളാങ്കണ്ണി മാതാവിനോട് നന്ദി പറയുന്ന, ദേവിയോടും ബീവിയോടും നന്ദി പറയുന്ന, ഉള്ളാളന്നങ്ങളോട് നന്ദി പറയുന്ന, കൊണ്ടോട്ടിത്തങ്ങളോട് നന്ദി പറയുന്ന, മമ്പരന്നങ്ങളോട് നന്ദി പറയുന്ന മനുഷ്യരെ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് നന്ദി കെട്ടവരാൻ. ഒരു കുതിരയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഖുർആനിൽ 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനത്തിൽ കുളമ്പടി ശബ്ദം പുറപ്പെടുവിച്ച് പ്രഭാതത്തിൽ യജമാനനെ പുല്ലും വെള്ളവും കൊടുത്ത് എന്നൊരൊറ്റ കാരണം കൊണ്ട് യജമാനനെ തന്റെ പുറത്തേറ്റി യുദ്ധഭൂമിയിൽ ചെന്ന് ആ കരിമ്പാറകളിൽ തന്റെ കാലുകെട്ടി തീപ്പരി പാറിപ്പിച്ച് യജമാനന് വേണ്ടി മരിച്ചു വീണ കുതിരയെ ഉദാഹരിച്ച് പടച്ചോൻ പറഞ്ഞു, എന്നാ മനുഷ്യരെ നിങ്ങളുടെ കഥ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. നോക്ക്, ലോകത്തിലേതെങ്കിലും ഒരു പാമ്പ് മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? ലോകത്തിലേതെങ്കിലും ഒരു പശു മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? ലോകത്തിലേതെങ്കിലും ഒരു മരം മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? ലോകത്തിലെ സൂര്യൻ മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വജ്ജവാബ് സൂറത്ത് ഹജ്ജ്. അത്ഭുതമേ ഈ വേദഗ്രന്ഥം, ആശ്ചര്യമേ ഈ വേദഗ്രന്ഥം, പഠനദായകമേ ഈ വേദഗ്രന്ഥം, ചിന്തോബന്ധുരമേ ഈ വേദഗ്രന്ഥം. സഹോദര, ഈ വേദഗ്രന്ഥത്തിന്റെ സൂറത്ത് ഹജ്ജിലെ 18-ാമത്തെ വചനം എന്താണെന്നറിയോ? അവർ കാണുന്നില്ലേ? സൃഷ്ടികളെ ആരാധിക്കുന്നവർ കാണുന്നില്ലേ? ആകാശഭൂമികളിലുള്ളതെല്ലാം അവരെ സാഷ്ടാംഗം പ്രണമിക്കുന്നവർ കാണുന്നില്ലേ? ഒരു സൂര്യനും ഒരു ചന്ദ്രനും ഒരു പർവ്വതവും ഒരു ജന്തുലോകവും പരസ്പരം ആരാധിക്കുന്നില്ല. മനുഷ്യനെന്ന മഹാബുദ്ധിജീവിയെ പോലും ആരാധിക്കുന്നില്ല. അതേ മനുഷ്യരെ, പശുവിനെ അല്ല, പശുവിനെ സൃഷ്ടിച്ച അള്ളാഹുവിനെ, പശുവിന്റെ രക്തത്തിലും കാഷ്ടത്തിനും ഇടയിൽ പാലുൽപാദിപ്പിച്ച അള്ളാഹുവിനെ അല്ല ചോദിക്കുന്നുണ്ടല്ലോ, മനുഷ്യരെ, ആ പശുവിന്റെ രക്തത്തിന്റെയും പശുവിന്റെ കാഷ്ടത്തിന്റെയും ഇടയിൽ ശുദ്ധമായ പാല് ചുരത്തി തന്ന ആ അല്ലാഹുവിനെ റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, അല്ലാഹുവേ, നീ ഇതൊന്നും നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. അതുകൊണ്ട് അരുത്, ബാല അരുത്, സുരേന്ദ്ര അരുത്, ദാസേ അരുത്, സുബേറെ അരുത്, അബ്ദുൽ ഖാദറെ അരുത്, ഒരു കല്ലിനെയും ആരാധിക്കരുത്. കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ചാരങ്ങളും പുഴുപ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽപ്പാറകളും ദേവീദേവന്മാരും ബീവി മുനിമാരും കണ്ണന്മാരും അതേപോലെ മാലാകമാരും ജിന്നുമാരും ഒന്നും ആരാധിക്കപ്പെട്ടുകൂടാ എന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. യാ അയ്യുഹന്നാസ് വഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലിക്കും, അല്ലയോ മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥനെ. ഈ കൊണ്ടോട്ടിയിലെ ഇൻസൈറ്റ് നാളെ ചരിത്രത്തിന്റെ ഭാഗമായി മാറട്ടെ. ഈ ഇൻസൈറ്റിലെ ഈ പ്രബോധനം മാനവരാശിക്ക് മാർഗദർശനമാകട്ടെ. ലോകത്തിന്റെ ചതിക്കുകളിൽ ഒരുപക്ഷെ ബൈലക്സ് മെസഞ്ചറിലൂടെ ആയിരങ്ങൾ ഇത് കേൾക്കുന്നുണ്ടാവാം. ആളുകൾക്ക് ഇത് നാളെ കേൾക്കാൻ സാധിച്ചേക്കാം. നമുക്ക് വായു നൽകിയ, നമുക്ക് വെള്ളം നൽകിയ കരുണാമയനായ ഇതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടികൾ. അല്ലാഹുവിന് പുറമെ വേറെ ആരെങ്കിലും സൃഷ്ടിച്ച വല്ല വസ്തുവുമുണ്ടോ എന്ന ഖുർആനിന്റെ 31-ാം അധ്യായം 11-ാമത്തെ ചോദ്യം ദിഗന്ധങ്ങൾ മുഴുകട്ടെ. ഒരു ഈച്ചയെ പോലും അവരാരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? ശ്രീരാമനോ ശ്രീകൃഷ്ണനോ മുഹമ്മദ് നബിയോ യേശുക്രിസ്തുവോ മൊയ്തീൻ ശേഖോ ഒരു ഈച്ചയെ സൃഷ്ടിച്ചിട്ടുണ്ടോ? എന്തിനധികം ഖുർആനിലെ 22-ാം അധ്യായം
73-ാമത്തെ വചനമാണ്. ഇത് അറബികളോട് ചോദിച്ചതാണ്. ഈ ചപ്പനക്കുരുവിന്റെ ആ കുരിയെടുത്ത് ഒരു നഖം കൊണ്ട് മാന്തി നോക്കിയാൽ അതിന്റെ പുറത്ത് കാണുന്ന നേരിയ സ്ഥലമുണ്ടല്ലോ, ആ വെളുത്ത ചുവൽ അതുപോലും സൃഷ്ടിക്കാൻ ലോകത്തൊരാൾക്ക് സാധിച്ചിട്ടില്ല, അധീനപ്പെടുത്താൻ ലോകത്തൊരാൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ലോകത്തിന്റെ നാഥനെ എല്ലാം അറിയുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന, എല്ലാവരെയും നിയന്ത്രിക്കുന്ന, എല്ലാ ഭാഷക്കാരെയും അറിയുന്ന, എല്ലാ ഭാഷക്കാരും അറിയുന്ന, എല്ലാ ലോകവും അറിയുന്ന, അതേ രാവും പകലും അറിയുന്ന ഒരു കറുത്ത കരിമ്പാറക്കടിയിലൂടെ കറുത്ത രാത്രിയിൽ ചാലിട്ടൊഴുകുന്ന കറുത്ത ഉറുമ്പിന്റെ കറുത്ത കാലടിപ്പാടും അറിയുന്ന വനാന്തരങ്ങളിലെ ലക്ഷോപലക്ഷം മരങ്ങളിലെ ലക്ഷോപലക്ഷം ശില്ലകളിലെ ലക്ഷോപലക്ഷം ഇലകളിലെ ഒരില കൊഴിഞ്ഞു വീഴുമ്പോ അതറിയുന്ന നമ്മുടെ കരുണാമയനായ നാഥൻ. എറണാകുളത്ത് ഒരു എഞ്ചിനീയർ ഇസ്ലാം സ്വീകരിച്ചത് ഒരൊറ്റ ചോദ്യം കൊണ്ടായിരുന്നു, ഒരേ ഒരു ചോദ്യം കൊണ്ടായിരുന്നു. ഒരു എഞ്ചിനീയർ ആ ചോദ്യം ഇതാൽ: 60 വയസ്സുള്ള മാധവ, 60 വയസ്സുള്ള ഭാസ്ക, 60 കൊല്ലം നിന്റെ ഹൃദയത്തിനൊന്നും സംഭവിക്കാതെ നീ ശ്വസിച്ചുവല്ലോ, 60 കൊല്ലം ശ്വസിച്ച വായുവിനെങ്ങാനും ഇത്ര യൂണിറ്റ് അടിസ്ഥാനപ്പെടുത്തി നിന്റെ നാഥൻ നിന്നോട് ക്യാഷ് വാങ്ങിച്ചിരുന്നുവെങ്കിൽ കൊടുക്കാനാവില്ല മാധവ, തീർക്കാനാവില്ല മാധവ. നീ ഉപയോഗിച്ച മൊബൈലിന് പ്രീപെയ്ഡ് ബില്ല് വരും, പോസ്റ്റ് പെയ്ഡ് ബില്ല് വരും, നിന്റെ കരണ്ട് ബില്ല് വരും. പക്ഷേ നീ മൂക്കിലൂടെ ശ്വസിച്ച നിന്റെ ഉച്ഛ്വാസവായുവില്ലേ, അതിന് നിന്റെ കരുണാമയനായ റബ്ബ് മനുഷ്യരേറ്റവും ഇന്ന് ബേജാറാകുന്ന ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ്, അതേ വെള്ളമില്ലാതെ ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥിക്കുകയാണ് നമ്മൾ നമ്മുടെ നാഥനോട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് കുത്തിയൊലിക്കുന്ന മഴ തരണേ എന്ന് ആ മഴ നൽകിയ പടച്ചതമ്പുരാനെ. ഇത് ആരുടെയും അവകാശങ്ങൾ ധ്വംസിക്കലല്ല, ആർക്കുനേരെയുമുള്ള കടന്നാക്രമണമല്ല. ചിന്തിക്കാൻ, പരിശോധിക്കാൻ, പഠിക്കാൻ, സിട്ടാവിനെ കണ്ടെത്താൻ, സൃഷ്ടികളെ വിട്ട് സിട്ടാവിനെ ആരാധിക്കാൻ ലോകത്തെ ക്ഷണിക്കുകയാണ്. വേദഗ്രന്ഥങ്ങളുടെ ഏറ്റവും സംക്ഷിപ്തമായ തൗഹീദിന്റെ അവതരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നടത്തിയത്. രണ്ടാമത്തേത് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതം. ആ ജീവിതത്തിലാണ് രക്താശിക്ഷകളുടെ ലോകം. ഈ ലോകം നീതിയുടെ ലോകമല്ല, ഈ ലോകം നീതി പുലർത്തുന്ന ലോകമല്ല. കുറ്റവാളികളെവിടെ സർവതന്ത്ര സ്വതന്ത്രരാണ്, അക്രമികളെവിടെ സർവതന്ത്ര സ്വതന്ത്രരാണ്, രാഷ്ട്രീയ മേലാളന്മാരെവിടെ സർവതന്ത്ര സ്വതന്ത്രരാണ്. പാവപ്പെട്ട ജനാധിപത്യം പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്ത കന്നുകാലികളായ കഞ്ഞിവെള്ളം മുക്കിക്കൊട്ടിയാൽ അമേരിക്കയിൽ ശബ്ദമുണ്ടാകുന്ന വെള്ളക്കുപ്പായം ധരിച്ച ഇരുണ്ട ഹൃദയം പേറിയ രാഷ്ട്രീയത്തിന്റെ ഇടനായികളിലൂടെ സഞ്ചരിച്ച് കോടികൾ സമ്പാദിച്ച രാഷ്ട്രീയക്കാരാൽ ചൂഷണം ചെയ്യപ്പെട്ട നിഹായികൾ ലോകത്തുണ്ട്. സൈക്കിൾ ചെയിനുകളും കുറുവടികളും ചങ്കലകൾ കൊടുത്ത് ആരാന്റെ മക്കളെ റോഡരികിലേക്ക് പറഞ്ഞേച്ച് തന്റെ മക്കളെ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ ചേർത്തിയ രാഷ്ട്രീയ കുരുട്ടുകുത്തി കയറിയ മേലാളന്മാർ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇത് നീതി പുലരുന്ന ലോകമല്ല. നീതി പുലരുന്ന ഒരു ലോകം നിസ്കാലതരത്തിൽ കൈറയ്യറ ഖുർആനിലെ 99-ാം അധ്യായം 8-9 വചനങ്ങളാണ്. അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അത് ലഭിക്കുന്ന, അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അത് ലഭിക്കുന്ന ഒരു ലോകമുണ്ടാകണം. 9 വർഷം അബ്ദുൽ നാസർ മൈദനിയെ കോടതി ജയിലറകളിലിട്ട് പീഡിപ്പിച്ചു, നിരപരാധിയാണെന്ന് വിട്ടു, വീണ്ടും അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെതാണ്. മിതവാദികളും രാഷ്ട്രീയ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ നന്നാഗ്രഹിക്കുന്ന നല്ല മനുഷ്യരെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കാറുണ്ട്. പലരും തൂക്കിക്കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ലോകഭീകരവാദികളായ അമേരിക്കൻ പ്രസിഡന്റുമാർ ലോകത്ത് വിലസുകയാണ്, ട്രൂമാൻമാർ ലോകത്ത് വിലസുകയാണ്, ഡബ്ല്യുമാർ ലോകത്ത് വിലസുകയാണ്, നെതന്യാഹു ലോകത്ത് വിലസുകയാണ്. തീവ്രവാദത്തിന്റെ ലോക കുത്തക അവകാശപ്പെടുന്നവർ ഇന്ന് നിരപരാധികളായി ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അംഹസിബൻ അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അതല്ല അതൊരു വല്ലാത്ത ചോദ്യമാണ്. أم نجعل الذين آمنوا وعملوا الصالحات كالمفسدين في الأرض أم نجعل المتقين كالفجار. പാക്കാട് മൈതാനിയിലെ സമ്മേളനയിലെ വെള്ളിയാഴ്ചയിലെ ഉമർ മൗലയുടെ ഖുത്ബയിൽ ഉദ്ധരിക്കപ്പെട്ട
ഖുർആനിക വചനം അന്നജഅലുല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കൽമുഫ്സിദീന ഫിൽ അർദ് അന്നജഅലുൽ മുത്തഖീന കൽഫുജ്ജാർ. സുകൃതം ചെയ്തവരും തമ്മാടിത്തം ചെയ്തവരും മരണത്തോടുകൂടി മണ്ണാകുമെന്ന് പറയുന്ന ഭൗതികവാദികളെ നിങ്ങൾ ചിന്തിക്കണം. പലാരിവട്ടത്ത് ആക്സിഡന്റ് പറ്റി കാറിലെ ഊട്ടിയിലെ പട്ടിയും എഞ്ചിനീയറും ഒന്നിച്ച് മരിച്ച് അവർ മണ്ണോട് മണ്ണ് ചേരുമെന്ന് വിശ്വസിക്കുന്നവരോട് ഒരു പട്ടിയുടെ ജീവിതമാണ്, ഒരു കഴുതയുടെ ജീവിതമാണ്, ഒരു നായയുടെ ജീവിതമാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നവരോട് അല്ല, നിങ്ങളുടെ ജീവിതത്തിനപ്പുറത്ത് മുമ്പിൽ നിൽക്കുന്ന രണ്ട് മാർഗങ്ങൾ, ഒന്ന് നന്മയുടെ, ഒന്ന് ചില്ലയുടെ, ഒന്ന് നീതിയുടെ, ഒന്ന് നീതിയുടെ, ഒന്ന് ധർമ്മത്തിന്റെ, ഒന്ന് അധർമ്മത്തിന്റെ. അങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ മുഹമ്മദ് നബി പറഞ്ഞത് അന്നാറു ഹഖ്കുൻ അൽ ജന്നത്തു ഹഖ്കുൻ. ശത്രുക്കൾ പോൽ പ്രവാചകൻ നുണ പറയുമെന്ന് പറഞ്ഞിട്ടില്ല. ആ നുണ പറയാത്ത പ്രവാചകൻ മാത്രമാണോ? വേദഗ്രന്ഥങ്ങളിലൂടെ കടന്നാൽ മാതാപിതാക്കളുമായുള്ള ബന്ധത്തെപ്പറ്റി പറഞ്ഞു. ഏറ്റവും കുറവ് വൃദ്ധസദനമുള്ള ജില്ല നമ്മുടെ മലപ്പുറം ജില്ലയാണ്. നമുക്കതിൽ അഭിമാനിക്കാം. കാരണം മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാന്റെ തൃപ്തി എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. മാതൃത്വം മഹനീയമാണ്, ആദരിക്കപ്പെടേണ്ടതാണ്. മദ്യമുക്തമായ ഒരു ലോകത്ത്, മദ്യമുക്തമായ ഒരു ലോകത്തെ കെട്ടിപ്പടുത്ത ചക്രവർത്തിയാണ് പ്രവാചകൻ. പക്ഷെ ഇന്ന് കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഈ കേരളം കുടിയന്മാരുടെ സ്വന്തം നാട് എന്ന് തിരുത്തി വായിക്കേണ്ട അവസ്ഥയിലാണ്. ഈ പ്രാവശ്യം മാതൃഭൂമി ആരോഗ്യമാസികയിൽ മദ്യപാനത്തിന്റെ കേരളീയ പതിപ്പും അതിന്റെ ദുരന്തവും അതിന്റെ കിതപ്പും അതിന്റെ നൊമ്പരവും രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ്. ജനങ്ങളെ, മദ്യമുക്തമായ ഒരു ലോകം വേദഗ്രന്ഥത്തിന്റെ സങ്കല്പമാണ്. വ്യഭിചാരമില്ലാത്ത, വേശ്യാലയങ്ങളില്ലാത്ത, പലിശാലയമില്ലാത്ത, മതാധ്യക്ഷന്മാരാൽ ചൂഷണം ചെയ്യപ്പെടാത്ത, ഏതൊരു മതപ്രബോധകനും സർക്കാരിനെ വഞ്ചിക്കാത്ത, സർക്കാരിനെ വഞ്ചിച്ച് പണാധിപത്യം വർദ്ധിപ്പിക്കുന്ന അവസ്ഥാവിശേഷങ്ങളില്ല. അലം നിന്നെ സദാ നിന്റെ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഉന്നതമായൊരു വീക്ഷണമാണ് അറബ് ജനതയെ പ്രവാചകന് പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞത്. അള്ളാഹുവിലേക്കുള്ള വിളിയും പരലോകത്തേക്കുള്ള ബോധവും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗൾഫ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ നിരീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. അറബ് ജനത മാറാനുള്ള രണ്ട് പ്രധാനമായ കാര്യം: ഒന്ന് അചഞ്ചലമായ ദൈവവിശ്വാസം, രണ്ട് അചഞ്ചലമായ പരലോക വിശ്വാസം. എന്നാൽ സൂറത്ത് ബഖറയുടെ തുടക്കത്തിൽ പറഞ്ഞ അവസ്ഥ ഇന്ന് ലോകത്തെ സംജാതമായി. മനുഷ്യർക്കിടയിൽ ചില ആളുകളുണ്ട് അല്ലാഹുവിലും അന്ത്യദിനത്തിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയും. പക്ഷേ വമാഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല, അവർ വിശ്വാസികളല്ല. അതുകൊണ്ട് വിശ്വാസികളെ, മുസ്ലിങ്ങളെ, നമുക്കൊരു വലിയ ദൗത്യമുണ്ട്. അത് നമ്മുടെ ദഅവത്താണ്, നമ്മുടെ പ്രബോധനമാണ്. ആ പ്രബോധനമാണ് ഇൻസൈറ്റ് എക്സിബിഷൻ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരപേക്ഷയുണ്ട്. നിങ്ങൾ ഇവിടെ വന്ന ഓരോരുത്തരും നാളെ ഒരാളെ എക്സ്ട്രാ കൊണ്ടുവരിക. രണ്ടാളെ കൊണ്ടുവരുമെന്ന് തീരുമാനിച്ചാൽ ഇതിന്റെ 3 ഇരട്ടി സദസ്സുണ്ടാകും. ഓരോ അമുസ്ലിങ്ങളോടും പറയണം, നിങ്ങൾ വരണം, നിങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെടണം. അള്ളാഹു മാനവ സമൂഹത്തിൽ അവതരിപ്പിച്ച മതമാണിത് എന്നെല്ലാവരോടും പറയണം. മതഗ്രന്ഥങ്ങളുടെ സന്ദേശത്തിന്റെ ഒരു ചെറിയ രക്തച്ചുരുക്കം ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, വളരെ ഗൗരവമായി നമ്മൾ ചില കാര്യങ്ങൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രബോധനം വളരെ ഗൗരവമായി മണ്ണിൽ നടക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറിയ പീഡനങ്ങളും ഏറിയ പ്രയാസങ്ങളും നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പേരാമ്പ്രയിൽ വെച്ച് നമ്മുടെ ചോലി സലാഹുദ്ദീന്റെ നേരെ പെട്രോൾ ബോംബിടുകയുണ്ടായി. നമ്മുടെ ചരിത്രത്തിൽ വലിയൊരു സംഭവമാണത്. അതിന് പ്രതിഷേധിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയത് വരെ ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാരുടെ മേൽനോട്ടത്തിൽ തടയപ്പെട്ടു. അവരാരാണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ചോദിച്ചാൽ അത് കൃത്യമായി നമുക്കറിയാം. നമ്മളവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിനൊറ്റ കാര്യം പറയാനുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ നിർണായക പങ്കുവഹിച്ച പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമിയിൽ ഒരൊറ്റ കുട്ടിയും സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇവിടുത്തെ
പല പ്രസ്ഥാനങ്ങളിൽപ്പെട്ടവരും സ്വാതന്ത്ര്യം നിന്നവരാണ്. ഇന്ത്യയിൽ ഇന്ന് പലരും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമുണ്ടല്ലോ, ഞങ്ങൾ നേടിത്തന്ന സ്വാതന്ത്ര്യമാണ്, മുജാഹിദുകൾ നേടിത്തന്ന സ്വാതന്ത്ര്യമാണ് ഇവിടുത്തെ പലർക്കും. അത് നിങ്ങൾ മറക്കരുത്. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും രൂപീകരിച്ചതും നിലനിർത്തിയതും ഏറ്റവും മാന്യന്മാരായ മുജാഹിദ് നേതാക്കന്മാര്, അവരവരെ അത് മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകിയ മൗലിക സ്വാതന്ത്ര്യം നിലനിൽക്കണം, നമ്മുടെ പ്രബോധന സ്വാതന്ത്ര്യം നിലനിൽക്കണം. നമ്മുടെ ഒരു പ്രസ്ഥാനത്തിന് നേരെയും ഒരു കടലമണിയുടെ വലുപ്പത്തിൽ പോലും കല്ലെറിഞ്ഞിട്ടില്ലാത്ത പ്രസ്ഥാനം, റോഡ് ബ്ലോക്ക് ചെയ്തിട്ടില്ലാത്ത പ്രസ്ഥാനം, ഒരു സ്റ്റേജിലും മുജാഹിദുകൾ ആക്രമിച്ചിട്ട് ഒരു മുസ്ലിം ഹോസ്പിറ്റലിൽ കിടക്കണില്ല. സലാഹുദ്ദീൻ ഇപ്പോഴും ബേബി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഈ 19-ാം തീയതി ഇൻഷാ അല്ലാഹ് മുതലക്കുളം മൈതാനിയിൽ വെച്ച് നമ്മൾ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നുണ്ട് ഈ 19-ന്. അതുകൊണ്ട് തന്നെ 19-ന് വരാവുന്ന ജില്ലകളുടെ പരിപാടികളെല്ലാം നേരത്തെ അറിയിച്ച് കേന്ദ്ര 19-ന് സ്റ്റേറ്റ് ലെവലിൽ ആളുകളെ കണ്ണു തുറപ്പിക്കുന്ന ഒരു 19 ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള മൗലിക സ്വാതന്ത്ര്യത്തെ വെച്ച് നമുക്ക് മതം പ്രബോധനം ചെയ്യാൻ മുജാഹിദുകളെങ്ങാനും കേരളത്തിലില്ലായിരുന്നുവെങ്കിൽ യഥാർത്ഥ ഇസ്ലാം കേരള ജനത അറിയുമായിരുന്നില്ല. നമ്മുടെ കഴിഞ്ഞകാല ഒരു നൂറ്റാണ്ടിന്റെ നവോത്ഥാന ചരിത്രം അതാണ്. വരും കാല നവോത്ഥാന ചരിത്രവും അതാകണം. അതുകൊണ്ട് എല്ലാവരും ആ കാര്യത്തിൽ ഗൗരവമായി ആ കാര്യത്തെ കാണുകയും വൈകുന്നേരം കോഴിക്കോട് നടക്കുന്ന 19-ാം തീയതി നടക്കുന്ന വൈകുന്നേരം വളരെ രാഷ്ട്രീയ പ്രമുഖരും മതനേതാക്കന്മാരും വിവിധ പ്രസ്ഥാനങ്ങളിലുള്ളവരും എല്ലാം പങ്കെടുക്കുന്ന ആ ബഹുമത സമ്മേളനത്തിൽ എല്ലാവരും സംബന്ധിക്കുന്ന കാര്യം പ്രത്യേകമായി ഓർക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയും എന്റെ വിഷയാവതരണം സാഗോദം കെട്ട് നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ചിന്ത ഒരിക്കലും മരിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ ചിന്തിച്ചും ആലോചിച്ചും സുചിന്തിതമായി പഠിച്ചും സത്യത്തിലെത്താൻ ശ്രമിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണിതെന്ന് ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.